PSC ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറേ ക്ലാസ്സുകളായിട്ട് നമ്മൾ പ്രീ പ്രൈമറിയുടെ സിലബസ് ബേസ്ഡ് ക്ലാസ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒത്തിരി ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരോടെയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പ്രീ പ്രൈമറിക്ക് വേണ്ടി പഠിക്കുന്നവന് നമ്മുടെ കയ്യിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ പ്രീ പ്രൈമറിക്ക് വേണ്ടി പഠിക്കുന്നതിന് നമ്മുടെ കയ്യിൽ സിലബസിനെ മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റും 20 മോഡൽ എക്സാമും സജ്ജമാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 20 മോഡൽ എക്സാമും അതുപോലെ സിലബസിനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ടുള്ള രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റും റെഡിയാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്രീ പ്രൈമറിക്ക് വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഈ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ആയാലും മോഡൽ എക്സാം ആയാലും വളരെയധികം ഹെൽപ്പ് ആവുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റിനെ കുറിച്ചോ മോഡൽ എക്സാമിനെ കുറിച്ചോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ ഒരു ഹായ് അയച്ചാൽ മതി. അപ്പോൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ തയ്യാറാക്കിയെടുത്തേക്കുന്ന ക്വസ്റ്റ്യൻ ബാങ്കും മോഡൽ എക്സാമും നിങ്ങളെ നല്ലൊരു മാർക്കിലേക്ക് കൊണ്ടുവന്നെത്തിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഇത്രയും നമ്മൾ ഹർട്ടോ കമ്മിറ്റി, സാർജൻ റിപ്പോർട്ട്, അതുപോലെ തന്നെ എന്താണ് ഹണ്ടർ കമ്മീഷൻ, റാലെ കമ്മീഷൻ, സാട്ട്ലർ കമ്മീഷൻ, സക്കീർ ഹുസൈൻ കമ്മിറ്റി, ഇതൊക്കെ നമ്മൾ നോക്കിയല്ലേ. ഇത്രയും വിദ്യാഭ്യാസ കമ്മീഷനും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള കമ്മീഷനുകളാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സ്വതന്ത്ര ഇന്ത്യയിലെ വിദ്യാഭ്യാസ കമ്മീഷൻ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യയിൽ വന്നിട്ടുള്ള വിദ്യാഭ്യാസ കമ്മീഷനുകളെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അത് ഫസ്റ്റ് വണ്ണാണ് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ. എന്താണ് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ കമ്മീഷൻ. അപ്പോൾ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ്? അത് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷനാണ്. അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ഹണ്ടർ കമ്മീഷനാണ് കേട്ടോ. മാറിപ്പോവരുത്. ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ ഹണ്ടർ കമ്മീഷനും സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ്? അത് നമ്മുടെ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷനാണ്. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെടുന്നത്, യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നും കൂടിയാണ് ഇത് അറിയപ്പെടുന്നത്. ഈ ഒരു രാധാകൃഷ്ണൻ കമ്മീഷൻ അറിയപ്പെടുന്നത്. രാധാകൃഷ്ണൻ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് 1949 ഓഗസ്റ്റിലാണ്. സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ചും പഠനം മുഖ്യ വിഷയമാക്കിയ കമ്മീഷനാണ് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ. അപ്പോൾ സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പഠനം മുഖ്യ വിഷയമാക്കിയ കമ്മീഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണ കമ്മീഷനാണ്. 12 വർഷത്തെ പ്രീ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം ശുപാർശ ചെയ്തു. 12 വർഷത്തെ പ്രീ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം ശുപാർശ ചെയ്ത കമ്മീഷനാണ്. അതുപോലെ തന്നെ ശാന്തി നികേതൻ, ജാമിയ മിലിയ സർവകലാശാലകളെ മാതൃകയാക്കി റൂറൽ യൂണിവേഴ്സിറ്റികൾ ആരംഭിക്കാൻ നിർദ്ദേശിച്ചു. അപ്പോൾ ശാന്തി നികേതനെയും ജാമിയ മിലിയ സർവകലാശാലയൊക്കെ മാതൃകയാക്കി റൂറൽ യൂണിവേഴ്സിറ്റികൾ ആരംഭിക്കാൻ നിർദ്ദേശിച്ച കമ്മീഷനാണിത്. ഇനി പ്രധാനപ്പെട്ട ശുപാർശകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക. സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുക എന്താണ് പ്രധാനപ്പെട്ട ശുപാർശയാണ്. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷന്റെ പ്രധാനപ്പെട്ട ശുപാർശയാണ്. ഇനി അടുത്താണ് മുതലിയാർ കമ്മീഷൻ അല്ലെങ്കിൽ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. സെക്കൻഡറി വിദ്യാഭ്യാസ രംഗത്ത് സ്ഥിതിഗതികളെ പഠിച്ച് ആവശ്യമായ പരിരക്ഷകൾ നടത്താനും സെക്കൻഡറി വിദ്യാഭ്യാസം പുനരുജ്ജീവിപ്പിക്കാനുമായി ഇന്ത്യ ഗവൺമെന്റ് 1952 നിയമിച്ച കമ്മീഷനാണ് ഏത്? മുതലിയാർ കമ്മീഷൻ അല്ലെങ്കിൽ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. അതിന്റെ അധ്യക്ഷൻ ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാരാണ്. ആരാണ്? ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാരാണ്. കൃഷി പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശിച്ച കമ്മീഷൻ. അപ്പോൾ കൃഷി പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശിച്ച കമ്മീഷനാണ് ഏത്? മുതലിയാർ കമ്മീഷൻ എന്ന് പറയുന്നത്. വിവിധോദ്ദേശ സ്കൂളുകൾ സ്ഥാപിക്കാൻ ശുപാർശ ചെയ്തു. വിവിധോദ്ദേശ സ്കൂളുകൾ സ്ഥാപിക്കാൻ ശുപാർശ ചെയ്തു. അധ്യാപക പരിശീലന സമിതികൾ സ്ഥാപിക്കാൻ ശുപാർശ ചെയ്തു. അധ്യാപക പരിശീലന സമിതികൾ സ്ഥാപിക്കാനും ശുപാർശ ചെയ്തു. അപ്പോൾ എന്തൊക്കെയാണ് പ്രത്യേകതകൾ? സെക്കൻഡറി വിദ്യാഭ്യാസ രംഗത്തെ സ്ഥിതിഗതികൾ പഠിച്ച് ആവശ്യമായ പരിഷ്കാരങ്ങൾ നടത്താൻ സെക്കൻഡറി വിദ്യാഭ്യാസം പുനരുജ്ജീവിപ്പിക്കാനും ഇന്ത്യ ഗവൺമെന്റ് 1952 നിയമിച്ച കമ്മീഷനാണ് സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ. സെക്കൻഡറി വിദ്യാഭ്യാസ കമ്മീഷൻ അതിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ എസ് ലക്ഷ്മണസ്വാമി മുതലിയാരായിരുന്നു. കൃഷി പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശിച്ച കമ്മീഷനാണ്. വിവിധോദ്ദേശ സ്കൂളുകൾ സ്ഥാപിക്കാൻ നിർദ്ദേശിച്ചു. അധ്യാപക പരിശീലന സമിതികളൊക്കെ സ്ഥാപിക്കാൻ നിർദ്ദേശിച്ച കമ്മീഷനാണ്. അതുകൂടാതെ വേറെയും കുറച്ച് ശുപാർശകൾ ഈ ഒരു കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്ന് 4/5 + 3 + 4 + 3 എന്താണ്? 4/5 + 3 + 4 + 3 എന്ന രീതിയിലുള്ള വിദ്യാഭ്യാസ ഘട്ടങ്ങൾ നിശ്ചയിച്ചു. അപ്പോൾ ഏത് രീതിയിലാണ് വിദ്യാഭ്യാസ ഘട്ടങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത്? ഈ ഒരു കമ്മീഷൻ 4/5 + 3 + 4 + 3 എന്ന രീതിയിൽ എന്ത് ചെയ്തിരുന്നു?
വിദ്യാഭ്യാസ ഘട്ടങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളൊരു കമ്മീഷനാണ് ഈ മുതലിയാർ കമ്മീഷൻ. അതുകൂടാതെ ഹയർ സെക്കൻഡറി കോഴ്സ് പൂർത്തിയാക്കിയവരും 1 വർഷത്തെ യൂണിവേഴ്സിറ്റി കോഴ്സ് പൂർത്തിയാക്കിയവരും മെഡിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് പ്രവേശനം ലഭിക്കാൻ അർഹരായിരിക്കുമെന്ന് ശുപാർശ ചെയ്യുകയുണ്ടായി. അപ്പോൾ ഹയർ സെക്കൻഡറി കോഴ്സ് പൂർത്തിയാക്കിയവരും 1 വർഷത്തെ യൂണിവേഴ്സിറ്റി കോഴ്സ് പൂർത്തിയാക്കിയവരും മെഡിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് പ്രവേശനം ലഭിക്കാൻ അർഹത ഉണ്ടായിരിക്കുമെന്ന് ഈ ഒരു കമ്മീഷൻ ശുപാർശ ചെയ്യുകയുണ്ടായി. 6 പ്രവൃത്തി ദിവസം ഉറപ്പാക്കണം. ആഴ്ചയിൽ 200 പ്രവൃത്തി ദിവസം ഉറപ്പാക്കണം. ആഴ്ചയിൽ 6 ദിവസത്തെ പഠന ദിവസം കാലാവസ്ഥ, പ്രാദേശിക ആവശ്യങ്ങൾ എന്നിവയ്ക്ക് ഇണങ്ങും വിധം പഠന സമയം ക്രമീകരിക്കാൻ വിദ്യാലയങ്ങൾക്ക് സൗകര്യം നൽകണം. അപ്പോൾ 200 പ്രവൃത്തി ദിവസം ഉറപ്പാക്കണം. ആഴ്ചയിൽ 6 ദിവസത്തെ പഠന കാലാവസ്ഥ അനുസരിച്ച്, പ്രാദേശിക ആവശ്യങ്ങൾ അനുസരിച്ച് എന്നിവയൊക്കെ ചിട്ടപ്പെടുത്തണം. ഗ്രാമപ്രദേശങ്ങളിൽ റെസിഡൻഷ്യൽ സ്കൂളുകൾ സ്ഥാപിക്കണം. സർക്കാർ പ്രഖ്യാപിക്കുന്ന പൊതു അവധിക്ക് 2 മാസത്തെ മധ്യവേനൽ അവധിക്കും പുറമെ 15 ദിവസം നീണ്ടു നിൽക്കുന്ന 2 ഒഴിവുകാലം കൂടി ഉണ്ടായിരിക്കണം. സെക്കൻഡറി വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിക്കണം. അധ്യാപകരുടെ പെൻഷൻ പ്രായം 60 ആക്കണം. ഹെഡ്മാസ്റ്ററായി മികവുള്ള ആളുകളെ ലഭിക്കാൻ വേതനം വർദ്ധിപ്പിക്കണം. സ്കൂൾ ഇൻസ്പെക്ഷനിൽ അക്കാദമിക കാര്യങ്ങൾ മുന്തിയ പരിഗണന നൽകണം. ഇത്രയുമായിരുന്നു ഈ ഒരു മുതലിയാർ കമ്മീഷന്റെ പ്രധാനപ്പെട്ട ശുപാർശകൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നതാണ് കോത്താരി കമ്മീഷൻ എന്ന് പറയുന്നത്. ഇന്ത്യ ഗവൺമെന്റ് 1964 നിയമിച്ച ഇന്ത്യൻ വിദ്യാഭ്യാസ കമ്മീഷൻ. ഇന്ത്യ ഗവൺമെന്റ് 1964 നിയമിച്ച ഇന്ത്യൻ വിദ്യാഭ്യാസ കമ്മീഷനാണ് കോത്താരി കമ്മീഷൻ. ഡോക്ടർ DS കോത്താരിയാണ് ഈ ഒരു കമ്മീഷൻ അധ്യക്ഷൻ. ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെടുന്ന കോത്താരി കമ്മീഷനാണ്. ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെടുന്നത് കോത്താരി കമ്മീഷനാണ്. കോത്താരി കമ്മീഷൻ രൂപീകരിക്കുമ്പോൾ അംഗസംഖ്യ 17ആണ്. കോത്താരി കമ്മീഷൻ രൂപീകരിക്കുമ്പോൾ അംഗസംഖ്യ 17ആണ്. കോത്താരി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് 1966 ജൂൺ 29 തീയതിയാണ്. അപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് 1964 നിയമിച്ച ഇന്ത്യൻ വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ്? കോത്താരി കമ്മീഷനാണ്. അധ്യക്ഷൻ ഡോക്ടർ DS കോത്താരിയാണ്. ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെടുന്നു. കോത്താരി കമ്മീഷൻ രൂപീകരിക്കുമ്പോൾ അംഗസംഖ്യ 17ആണ്. കോത്താരി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് 1964 ജൂൺ 29 തീയതിയാണ്. അപ്പോൾ ഈ കോത്താരി കമ്മീഷൻ പ്രധാനമായിട്ടും 3 ബൃഹത്തായ 3 പദ്ധതികൾ നിർദ്ദേശിച്ചിരുന്നു. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ വിദ്യാഭ്യാസത്തിന്റെ ആന്തരിക പുനഃസംഘടനമാണ്. വിദ്യാഭ്യാസത്തിന്റെ ആന്തരിക പുനഃസംഘടന, വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക, വിദ്യാഭ്യാസ സൗകര്യങ്ങളുടെ വികസനം. അപ്പോൾ വിദ്യാഭ്യാസത്തിന്റെ ആന്തരിക പുനഃസംഘടനം, വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക, വിദ്യാഭ്യാസ സൗകര്യങ്ങളുടെ വികസനം എന്നിവയ്ക്കാണ് ഈ 3 പദ്ധതികൾ. ഇനി ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണെന്ന വിദ്യാഭ്യാസ പ്രാധാന്യത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് ആരാണ്? ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണെന്ന വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ആര്? ഡോക്ടർ DS കോത്താരി. ഇനി 10+2+3 മാതൃകയിലുള്ള വിദ്യാഭ്യാസ സംവിധാനം ശുപാർശ ചെയ്തു. 10+2+3 മാതൃകയിലുള്ള വിദ്യാഭ്യാസ സംവിധാനം ശുപാർശ ചെയ്തു. സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ ശുപാർശ ചെയ്തു. സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കാനൊക്കെയാണ് ശുപാർശ ചെയ്തു. മൂല്യവിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുകയൊക്കെ ചെയ്തു. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കോത്താരി കമ്മീഷനുമായിട്ട് നമ്മൾ പറഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അടുത്തതാണ് രാമമൂർത്തി റിവ്യൂ കമ്മിറ്റി എന്ന് പറയുന്നത്. അധ്യക്ഷൻ ആചാര്യ രാമമൂർത്തിയാണ്. ഇതിന്റെ അധ്യക്ഷൻ ആരാണ്? ആചാര്യ രാമമൂർത്തിയാണ്. 1986 ദേശീയ വിദ്യാഭ്യാസ നയം പുനഃപരിശോധിക്കുന്നതിനും അത് നടപ്പിലാക്കുന്നതിന് നിർദ്ദേശങ്ങൾ നൽകുവാൻ രൂപീകരിച്ച കമ്മിറ്റി. 1986 ദേശീയ വിദ്യാഭ്യാസ നയം പുനഃപരിശോധിക്കുന്നതിനും അത് നടപ്പിലാക്കുന്നതിന് നിർദ്ദേശങ്ങൾ നൽകാൻ രൂപീകരിച്ച കമ്മിറ്റിയാണ് രാമമൂർത്തി റിവ്യൂ കമ്മിറ്റി. അടുത്താണ് യശ്പാൽ കമ്മിറ്റി എന്ന് പറയുന്നത്. യശ്പാൽ കമ്മിറ്റിയുടെ പ്രത്യേകത എന്തൊക്കെയാണ്? അതുപോലെ ഈ ഒരു യശ്പാൽ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഭാരമാകാത്ത പഠനമാണ് കേട്ടോ. ലേണിംഗ് വിത്തൗട്ട് ബേർഡൻ എന്നൊരു കോൺസെപ്റ്റാണ് യശ്പാൽ കമ്മിറ്റി മുന്നോട്ട് വയ്ക്കുന്നത്. ഈ ഒരു യശ്പാൽ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചത് 1993 ജൂലൈ 15 തീയതിയാണ്. 1993 ജൂലൈ 15 തീയതിയാണ് യശ്പാൽ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചത്. ഈ യശ്പാൽ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ടിട്ടുള്ള ശുപാർശകൾ എന്ന് പറയുന്നത് പ്രൈമറി ക്ലാസ്സുകൾ പാഠ്യമാധ്യമം മാതൃഭാഷയായിരിക്കണം. പ്രൈമറി ക്ലാസ്സുകളിൽ പാഠ്യമാധ്യമം മാതൃഭാഷയായിരിക്കണം. പ്രൈമറി ക്ലാസ്സുകൾ ഗൃഹപാഠം നൽകേണ്ടതില്ല. പ്രൈമറി ക്ലാസ്സുകൾ എന്ത് ചെയ്യണം? ഹോംവർക്ക് ഒന്നും കുട്ടികൾക്ക് നൽകേണ്ടതില്ല. അപ്പർ പ്രൈമറി ക്ലാസ്സുകൾ ഗൃഹപാഠം
എങ്കിലും അവ പാഠപുസ്തകം ബന്ധപ്പെട്ടതാകരുത്. അപ്പോൾ അപ്പർ പ്രൈമറി ഇച്ചിരിയുടെ വലിയ ക്ലാസ്സുകൾ ഹോംവർക്ക് കൊടുക്കണം, പക്ഷെ അത് പാഠപുസ്തകമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഹോംവർക്ക് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഈ ഒരു കമ്മീഷൻ പറയുന്നത്. പഠനത്തിന് ഇലക്ട്രോണിക് മാധ്യമത്തിൻ്റെ സാധ്യത ഉപയോഗപ്പെടുത്തണം. അധ്യാപക പരിശീലനങ്ങൾ കാര്യക്ഷമമാക്കണം. സെക്കൻഡറി, പ്രൈമറി, നഴ്സറി അധ്യാപക പരിശീലനത്തിന് വേണ്ടിയുള്ള BEd പ്രോഗ്രാമുകൾ ആരംഭിക്കണം. CBSE പാഠ്യപദ്ധതി കേന്ദ്രീയ വിദ്യാലയങ്ങളിലും നവോദയ വിദ്യാലയങ്ങളിലും പരിമിതപ്പെടുത്തണം. CBSE പാഠ്യപദ്ധതി കേന്ദ്രീയ വിദ്യാലയം, നവോദയ വിദ്യാലയങ്ങൾ എന്നിവയ്ക്ക് എന്താണ് പരിമിതപ്പെടുത്തണം. സ്കൂൾ തുടങ്ങുന്നതിന് അംഗീകാരം നൽകുന്ന നിയമം കർശനമാക്കുകയും പൊതുമേഖലയ്ക്കും സ്വകാര്യ മേഖലയ്ക്കും ഒരേ സമയം നിഷ്കർഷിക്കുകയും വേണം. അപ്പോൾ സ്കൂൾ തുടങ്ങാൻ വേണ്ട നിയമങ്ങൾ കർശനമാക്കുകയും അത് പൊതുമേഖലയ്ക്ക് പ്രത്യേക നിയമവും സ്വകാര്യ മേഖലയ്ക്ക് പ്രത്യേക നിയമമൊക്കെ ആക്കി കർശനമായിട്ടുള്ള നിയമങ്ങളൊക്കെ കൊണ്ടുവരണമെന്നാണ് എന്ത് പറയുന്നത്, ഈ ഒരു യശ്പാൽ കമ്മിറ്റി പറയുന്നത്. അടുത്തതാണ് N ഗോപാലസ്വാമിയുടെ കമ്മിറ്റി വരുന്നത്. അതിനകത്ത് എന്തൊക്കെ പ്രധാനപ്പെട്ട ശുപാർശകളാണ് ഈ ഒരു N ഗോപാലസ്വാമിയുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളതെന്ന് നോക്കാം. ഒന്ന്, സംസ്കൃത ഭാഷയുടെ ഉന്നമനവുമായി ബന്ധപ്പെട്ട് 2015 കേന്ദ്ര ഗവൺമെൻറ് നിയമിച്ച കമ്മിറ്റിയുടെ തലവനാണ് ആര്? N ഗോപാലസ്വാമി എന്ന് പറയുന്നത്. ആരാണ് N ഗോപാലസ്വാമി? സംസ്കൃത ഭാഷയുടെ ഉന്നമനവുമായി ബന്ധപ്പെട്ട് 2015 കേന്ദ്ര ഗവൺമെൻറ് നിയമിച്ച കമ്മിറ്റിയുടെ തലവനാണ് ആര്? N ഗോപാലസ്വാമി എന്ന് പറയുന്നത്. അതുകൂടി ഒന്ന് ഇതിൻ്റെ കൂടെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്തത്? അതിൽ ഫസ്റ്റ് വൺ വിദ്യാഭ്യാസ കമ്മീഷനുകളെ കുറിച്ച് പറഞ്ഞല്ലേ. വിദ്യാഭ്യാസ കമ്മീഷനുകളിൽ ആദ്യത്തെ കമ്മീഷൻ ഹണ്ടർ, പിന്നെ റാലെ കമ്മീഷൻ, സാട്ട്ലർ കമ്മീഷൻ, സക്കീർ ഹുസൈൻ കമ്മിറ്റി ഒക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ ഹട്ടോ കമ്മിറ്റി, സാർജൻ റിപ്പോർട്ടൊക്കെ പറഞ്ഞു. പിന്നെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ കമ്മീഷനുകൾ ഏതൊക്കെയായിരുന്നു? രാധാകൃഷ്ണൻ കമ്മീഷൻ, കോത്താരി കമ്മീഷൻ, മുതലിയാർ കമ്മീഷൻ, രാമമൂർത്തി റിവ്യൂ കമ്മിറ്റി, യശ്പാൽ കമ്മിറ്റി എന്നിവയൊക്കെയാണ് സ്വതന്ത്ര ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ കമ്മീഷനുകളായിട്ട് വരുന്നത്.